ഈ ദുരന്തത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇവിടെ വന്നപ്പം എനിക്ക് വഴിയെ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹം എന്നോടൊന്നും മിണ്ടുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഓർമ്മയിൽ മരവിച്ച് നിൽക്കുന്നതായിരിക്കുന്നു. അപ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തെ കണ്ടത്. യാക്കൂബ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം നാസറാണ്, സഹദേവൻ ചേട്ടനാണ്. ഇവരാണ് പറഞ്ഞത് ഇദ്ദേഹമാണ് നാസർ. ഇദ്ദേഹത്തിന് സംസാരിക്കാനോ ചെവി കേൾക്കാനോ കഴിയില്ല. പക്ഷേ ഈ ഉരുൾപൊട്ടലുണ്ടായ ദിവസം ചെവിയിൽ എന്തോ ഒരു മുഴക്കം പോലെ എന്തോ ഒന്ന് ഫീൽ ചെയ്യണു. ആ അർദ്ധരാത്രി സ്വന്തം പ്രായമുള്ളൊരു ഉമ്മേനെ തട്ടി വിളിച്ച് എണീപ്പിക്കുകയാണ്. എന്നിട്ട് ആ ഉമ്മേനെയും അനിയനെയും കൊണ്ട് ഇദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു. ഉമ്മയെ രക്ഷപ്പെടുത്തി. ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്, വിംസ് ഹോസ്പിറ്റലിലാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അനിയൻ നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ഇദ്ദേഹത്തിന് ഇത് പറയാനോ ഒരാളോടിത് പങ്കുവെക്കാനോ ഒന്നും കഴിയുന്നില്ല. ഞാൻ സഹദേവൻ ചേട്ടനിലേക്ക് ആദ്യം ഒന്ന് ചോദിക്കാം. സഹദേവൻ ചേട്ടൻ, ഇവിടെ എല്ലാവരും നമ്മൾ കുടുംബമായി കഴിഞ്ഞവരാണ്. എനിക്കറിയാം ചേട്ടൻ്റെ കാര്യം എനിക്കറിയാം. 11 പേരെ ഒരു വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണെന്ന് എനിക്കറിയാം. പക്ഷേ നാസർ ഖാനെ പോലെയുള്ള ആൾക്കാരെ കാണുമ്പം അതിജീവനമാണ്. പക്ഷേ ഇങ്ങനെയും ഉണ്ട് മനുഷ്യരെന്ന് നിൽക്കുമ്പോൾ നമുക്കിതൊന്നും. അപ്പോൾ നമ്മൾ പറയാൻ കാരണം ഇവന് ചെവി കേൾവിയില്ല, സംസാരശേഷിയില്ല. അതുകൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളെ കൂടെ തന്നെ ചേർത്ത് പിടിച്ചിട്ടാണ് ഞങ്ങൾ ക്യാമ്പിൽ ഞങ്ങൾ കൊണ്ടിരിക്കുന്നത്. ഇനി ഇവനക്ക് ഒരാളെ ആശ്രയമില്ലാത്ത ഒരാളാണ്. സംസാരശേഷി ഇല്ലല്ലോ, പറയാനുള്ളൊരു ഇതില്ല. പിന്നെ അതുമാത്രമല്ല, ഞങ്ങൾ ഇവിടെ പെറ്റുവളർന്ന നാടാണ്. ഞങ്ങളെ കളിച്ചു വന്ന എല്ലാവരും പോയി. അത് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ആൾക്കാരാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ വീട് താഴെയായിരുന്നു. താഴെ ആ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ, എൻ്റെ ഏട്ടൻ, എൻ്റെ ഏട്ടൻ്റെ ഭാര്യ, 2 മക്കൾ, ചെറിയമ്മ, അങ്ങനെ ഞങ്ങളൊരു 10-11 കുടുംബം പേര് ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു 5 പേരെ നമുക്ക് കിട്ടാൻ സാധിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലും നമ്മൾ നടത്തുന്നുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ തെരഞ്ഞുകൊണ്ടേ നിൽക്കുക. എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവരെ മനസ്സാന്തിക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഇന്നും ഞങ്ങൾ വന്നുകൊണ്ടേ നിൽക്കുകയാണ്. അപ്പോൾ ഇതുവരെ ഒന്നും കിട്ടാൻ സാധിച്ചിട്ടില്ല. യാക്കൂബ്, അന്ന് നടന്ന സംഭവം ഇദ്ദേഹത്തിന് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ കാണിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളോട് പങ്കുവെച്ചിരുന്നു. നിങ്ങളുടെ യാക്കൂബിൻ്റെ ബന്ധു ആണല്ലോ. അപ്പം അന്നത്തെ സംഭവം എന്താ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം എന്ന് വെച്ചാൽ സംസാരശേഷിയില്ല, കേൾവിയില്ല. അപ്പോൾ അദ്ദേഹം സംസാരിക്കുന്ന ഞങ്ങളെപ്പോലത്തെ 2-3 സുഹൃത്തുക്കളോട് മാത്രമേ കാര്യങ്ങൾ പങ്കുവെക്കാറുള്ളൂ. അപ്പോൾ ശരിക്കും അവൻ്റെ അനിയൻ കയ്യിൽ നിന്നും ഇങ്ങനെ ചെളിയിൽ നിന്നും പിടിച്ച് എടുക്കുന്ന സമയത്താണ് കയ്യിൽ നിന്നും വഴുതി പോയി എന്നാണ് പറയുന്നത്. അങ്ങനെ ആൾ മരിക്കുന്നത് ലൈവിൽ കണ്ടൊരു വ്യക്തിയാണ്. അപ്പോഴും പിന്നെ സ്വന്തം പെറ്റമ്മയെ രക്ഷിക്കണമെന്ന ഉദ്ദേശത്തിൽ അവരെ ഒരു 70-80 വയസ്സ് പ്രായമുള്ള ഉമ്മയെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി കാലിൽ വന്ന് വലിയ പാറക്കല്ലടിച്ച് 2 കാലും പൊട്ടിയിട്ട് അവരെ ഉമ്മ ഇപ്പോൾ വിംസ് ഹോസ്പിറ്റലിലാണ്. അതിനുശേഷം മാനസികമായി തകർന്നിട്ട് ഇവരെ ഏട്ടൻ്റെ വീട്ടിൽ ഒറ്റയ്ക്ക് അങ്ങനെ റൂം വാതിലടച്ചങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ വിവരങ്ങൾ ഇപ്പോൾ നമ്മൾ പരസ്പരം ആരൊക്കെ മിസ്സായി എന്നറിയാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നീട് അന്വേഷിച്ചു, ഇവൻ്റെ കാര്യങ്ങൾ അറിഞ്ഞു. അങ്ങനെ ഇവനിപ്പോൾ തൽക്കാലം ഒരു 2 ദിവസം ഞങ്ങൾ ക്യാമ്പിലേക്ക് മാറ്റിയിട്ട്. പക്ഷേ ഉള്ളിൽ വളരെ പ്രയാസത്തിലാണ്, കരഞ്ഞുകൊണ്ടാണ് ഞങ്ങളടുത്ത് വന്നത്. ഇപ്പോൾ ഞങ്ങളടുത്ത് പിന്നെ ഇവൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനോ കഴിയാത്തതുകൊണ്ട് അദ്ദേഹത്തെ എന്താ പറയുക, ഞങ്ങൾക്കെല്ലാം പോയാലും ഇദ്ദേഹത്തിന് എല്ലാവരും ആരെങ്കിലും ഒരാൾ സംരക്ഷിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആരുമില്ല. കുടുംബം ഉണ്ടായത്, ഭാര്യയെ ഉപേക്ഷിച്ച് പോയി. ആകെ ഒരു അത്താണി ഉണ്ടായത് അനിയനും ഉമ്മയായിരുന്നു. അനിയൻ കൈവിട്ട് പോയി. ഉമ്മാൻ്റെ സ്ഥിതി വളരെ മോശമാണ്. ഉമ്മക്ക് അടുത്ത കാലത്തൊന്നും പോയി എണിച്ച് നടക്കാൻ കഴിയുന്ന സാഹചര്യമില്ല. ഇദ്ദേഹത്തിന് പോകാനിടല്ല. വാടകയ്ക്ക് വീടുകൾ അന്വേഷിക്കുമ്പോൾ അതിന് കൊടുക്കാൻ അഡ്വാൻസ് കൊടുക്കാനുള്ള പൈസ ഇല്ല, വാടക കൊടുക്കാനുള്ള പൈസ ഇല്ല. അങ്ങനെ വളരെ പ്രയാസത്തിന് ആർക്കെങ്കിലും ഇദ്ദേഹത്തിന് സഹായിക്കാൻ കഴിയുകയാണെങ്കിൽ ഞങ്ങളെ പ്രയാസത്തിലുള്ളത്. പക്ഷേ ഞങ്ങളെ പ്രയാസത്തിനേക്കാളും അധികം ഞങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളത്. ഞങ്ങളെവിടെയാണുള്ളത് അദ്ദേഹത്തെ ഞങ്ങളുടെ കൂടെ തന്നെ നിർത്തി അദ്ദേഹം സംരക്ഷിക്കണം എന്നാണ് ഞങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്. അതായത് യാക്കൂബിൻ്റെ കുടുംബത്തിൽ നിന്ന് ആളുകൾ, അതെ, ഇത് എൻ്റെ മാമൻ്റെ മോനാണ്. എൻ്റെ മാമൻ്റെ മക്കളങ്ങളായിട്ട് 10-20ഓളം പേരുകൾ പോയതാണ്. 20ഓളം പോയിട്ടുണ്ട്. കുറേ ബോഡി കിട്ടി, കുറേ കിട്ടാനുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇനി പോയവർ പോയി. ഞങ്ങൾക്ക് ഈ നാട്ടിലേക്ക് വരാൻ തന്നെ താല്പര്യമില്ല. പക്ഷേ ഇനി ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ടെൻഷനിലാണ് ഇപ്പോൾ ഞങ്ങളത്. ഞങ്ങളും കൂടി കൊണ്ടുപോയാൽ മതിയായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ആലോചിക്കുന്നത്. കാരണം ഇനി ഞങ്ങൾക്ക് മുന്നോട്ടുള്ള യാത്ര വളരെ പ്രയാസമാണ്. ഒന്നാമതെന്ന് വെച്ചാൽ വളരെ കെട്ടുറപ്പുള്ളൊരു നാടാണ്. ഇവിടെ ജാതി മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. എല്ലാവരും പള്ളിയിലാണെങ്കിലും അമ്പലത്തിലാണെങ്കിലും എല്ലാം ഒത്തൊരുമിച്ച് നിൽക്കുന്ന നാടാണ്. ആ ഒരു സെറ്റപ്പ് ഞങ്ങൾക്ക് ഇനി കിട്ടില്ല. അപ്പോൾ ഒരു ടൗൺഷിപ്പ് സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൊണ്ടുവന്നിട്ട് ഞങ്ങളുള്ള ആളുകളെ ഒരു 80% ആളുകളും ഇവിടുന്ന് പോയി. പ്രത്യേകിച്ച് യുവാക്കൾ എന്ന് പറയുന്ന സംഭവം ഈ നാട്ടിലില്ല. അപ്പോൾ അവരെ ഉള്ള ആളുകൾ ഒരു 20% ആളുകളുണ്ട്. അവരൊരു ഭാഗത്ത് അനശ്വര, അദ്ദേഹത്തിന്റെ ഭാഷയിൽ അദ്ദേഹം സംസാരിക്കുമല്ലോ. അദ്ദേഹം വാങ്ങി ഭാഷയിലും മറ്റും സംസാരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന് സുഹൃത്തുക്കളോട് അങ്ങനെ സംസാരിക്കാൻ പറ്റുമല്ലോ.
അവരോട് അദ്ദേഹത്തിനോടൊന്ന് സംസാരിക്കാൻ പറയാൻ പറ്റുമോ? യാക്കൂബ് അദ്ദേഹത്തിനൊക്കെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ആ ചേട്ടനോട് സംസാരിക്കാനാവുമായിരിക്കാം. ഞാനൊന്ന് പറഞ്ഞു നോക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ കുറച്ച് പ്രയാസമാണെന്ന് പറയുന്നുണ്ട്. എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കാം. യാക്കൂബ് അതായത് ഇത് കാണുന്ന ആളുകൾക്ക് ഇദ്ദേഹം പറയുന്നത് നിങ്ങൾ തമ്മിലൊന്ന് സംസാരിക്കാൻ ഇദ്ദേഹം എന്തെങ്കിലും സംസാരിക്കുമോ? ആംഗ്യ ഭാഷ മാത്രമേ കാണിക്കുള്ളൂ. ഞാൻ പറയാം അന്ന് എങ്ങനെ ഉരുൾ പൊട്ടിയത് എങ്ങനെ സംഭവങ്ങളെന്ന് അദ്ദേഹം ആംഗ്യഭാഷയിലൂടെ വിവരിക്കും. ഇദ്ദേഹം കാണിക്കുമ്പോൾ ഒന്ന് പറഞ്ഞത്. പക്ഷേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല എത്രമാത്രം ഇതാവും എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ സ്ഥിതി പോലെ നമുക്ക് നോക്കാം. അദ്ദേഹം പറയുന്നില്ല. കാരണം അവർക്ക് മീഡിയക്ക് മുമ്പിൽ വരാനുള്ള ഇച്ചിരി പ്രയാസമുണ്ട് തോന്നുന്നു. എന്തായാലും എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എനിക്ക് പുള്ളിൻ്റെ ആംഗ്യഭാഷ മുഴുവനായിട്ടും അറിയുന്നതാണ്. നമ്മൾ മുഴുവൻ സമയം മൂപ്പരെ കൂടെ നമ്മൾ നടക്കുന്നതുകൊണ്ട് പറഞ്ഞതാണ്. അതായത് മഴ ഇങ്ങനെ പെയ്തു, ഒരു വല്ലാത്തൊരു പ്രത്യേക ഒരു വൈബ്രേഷൻ തന്നെ ഫീൽ ചെയ്തു എന്നാണ് പറയുന്നത്. അവനക്ക് മൊത്തത്തിലൊരു തരിപ്പ് തോന്നി. നല്ലൊരു 1 മണി 1:30 സമയത്താണ് തരിപ്പ് തോന്നിയത്. അപ്പോൾ തൊട്ടടുത്ത് ഉമ്മയെ കിടക്കണ്ടായിരുന്നു. അങ്ങനെ ഉമ്മയെ പെട്ടെന്ന് തട്ടി വിളിച്ചു. ഉമ്മയെ തട്ടി വിളിച്ചിട്ട് ഉമ്മയെ എടുത്ത് പുറത്തേക്ക് ഓടുമ്പോഴേക്കും സെക്കൻഡ് കൊണ്ട് ഇത് സംഭവിച്ചു എന്ന് പറഞ്ഞു. ഒന്ന് പറയാൻ പറ്റുമോ? ഉമ്മയെ വലിച്ചെടുത്തു എന്ന് പറഞ്ഞു. ഉമ്മയെ ചളിയിൽ നിന്നും അദ്ദേഹം ഇങ്ങനെ വലിച്ചെടുത്തേക്കും 2 കാലും പൊട്ടിയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഉമ്മയെ ഒരു സൈഡിൽ വെച്ചിട്ട് അനിയനെ അക്ഷയ പിന്നെ ഇദ്ദേഹം വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. പക്ഷേ അമ്മയെ വലിച്ചെടുത്ത കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പറയുന്നത് ഇനിയെങ്കിലും ഇവർക്ക് ഈ നാട്ടിലേക്ക് വരണ്ട, അപ്പോൾ ഇവർക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വേണം, അതിൻ്റെ ഒരു രീതിയിലാണ്. ഇത്രയും വലിയ അനുഭവങ്ങൾ, ദുരന്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹം ഇങ്ങനെ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ ഇത് പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും ഇനിയൊരു ഈ വാടകയ്ക്ക് വീടെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞില്ലേ, അത് അഡ്വാൻസ് കൊടുക്കാൻ പണമില്ല, അങ്ങനെ ഒരു കാര്യം പറഞ്ഞല്ലോ. ആരാണ് അങ്ങനെ പറഞ്ഞത് വാടകയ്ക്ക് വീടെടുക്കുക? എന്താണ് ഇനി അതിൻ്റെ നടപടി എന്നൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ക്യാമ്പിലുള്ളവർ? ക്യാമ്പിൽ നിന്ന് ഇപ്പോൾ നമ്മളോട് പറയുന്നത് താൽക്കാലികമായിട്ട് വാടകയ്ക്ക് വീടെടുത്തിട്ട് നിങ്ങൾ മാറിക്കോളിയും, അതിൻ്റെ സംവിധാനം ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ നിലവിൽ ഞങ്ങൾക്ക് ഒരു പൈസ ഇല്ല, എല്ലാവരും സീറോയിലുള്ളത്. അപ്പോൾ മാറിപ്പോകണമെങ്കിൽ ഞങ്ങൾ കുറേ വീടുകൾ അന്വേഷിച്ചു. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി അടുത്തടുത്ത് വീടുകൾ അന്വേഷിച്ചു. 15,000 മുതൽ 20,000 രൂപ വരെ അഡ്വാൻസ് വയ്ക്കുന്നുണ്ട്. മാസം 6,000-7,000 രൂപ വാടകയും പറയുന്നുണ്ട്. പക്ഷേ ഈ വാടക പൈസ അഡ്വാൻസോ തരുമെന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ നമ്മുടെ അധികാരികളുടെ ഭാഗത്തുനിന്നോ ഒരു ആധികാരികമായിട്ടൊരു അറിയിപ്പ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ടാണ് ക്യാമ്പിൽ കിടക്കുന്നത്. ഉറക്കമില്ലാത്ത ദിവസങ്ങളാണ്, ഒട്ടുമിക്ക ദിവസങ്ങളും ഉറക്കമില്ലാണ്ട് ഞങ്ങൾ ക്യാമ്പിൽ കഴിയുന്നത്. അക്ഷയ, നമുക്ക് ഊഹിക്കാമല്ലോ, ഉറക്കമില്ലാത്ത ദിവസങ്ങളാണ് കഴിഞ്ഞു പോയത്. ഇപ്പോൾ വാടകയ്ക്ക് വീട് മാറാൻ പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ പിന്നെ നോക്കാമെന്ന് പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കയ്യിൽ ഒരു നയാ പൈസ പോലും ഇല്ലാത്ത ഈ മനുഷ്യർ എന്ത് ചെയ്യുമെന്നുള്ളതും ഇവിടെ നിന്നുള്ള ഒരു വല്ലാത്തൊരു കാഴ്ചയാണ് പുഞ്ചിരിമട്ടത്തുനിന്ന്.